ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തന്നെ വന്നിട്ടുള്ളത് സാജിനെ കുറിച്ചിട്ട് പറയല്ലേ തന്നെയാണ് കേട്ടോ. അപ്പോൾ വേറൊന്നുമല്ല. അപ്പോൾ എനിക്ക് ഞാനിങ്ങനെ പിന്നെ തോന്നിയിട്ട് അവൾ എൻ്റെ ഫസ്റ്റത്തെ റീച്ചായിരുന്നു റീച്ചായ വീഡിയോസ് ഒന്നും കാണണമെന്നുള്ളത്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഉണ്ടല്ലോ പിന്നെ എനിക്കൊരു അത്ഭുതം തോന്നിയിട്ടോ. ഇന്ന് കണ്ടപ്പോൾ എത്രയോ വ്യത്യാസം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അന്ന് അവൾ പിന്നെ ഇൻ്റർവ്യൂവിൽ പറയുന്നത് എന്താ വെച്ചാൽ നിക്കാഹ് കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. നിക്കാഹ് കഴിഞ്ഞു, ഇന്ന സ്ഥലത്താണ്, പിന്നെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ടാണ് നിക്കാഹ് കഴിച്ചതെന്നൊക്കെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് മക്കളായാലും പിന്നെ മക്കളാരും ഉണ്ടായിട്ടില്ല, പിന്നെ അതേമാതിരി ഉമ്മയില്ല, അനിയത്തികളില്ല. അന്ന് തന്നെ അവൾ ഉമ്മയും അനിയത്തികളൊക്കെ ആയിട്ട് വേറിട്ട് തന്നെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫാമിലിയിൽ ഞാൻ എൻ്റെ മക്കളും മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ അത് റീച്ച് ആവാനുള്ള കാരണം എന്താ വെച്ചാൽ അവൾ നിക്കാഹ് കഴിഞ്ഞു എന്നും നഹറ് കാണിക്കലും നിക്കാഹ് കഴിച്ചലും ഇന്ന സ്ഥലത്ത് പോയി ഇന്ന പള്ളി വെച്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വിശ്വസിച്ച് പോയി കേട്ടോ. പിന്നെ അപ്പോൾ അങ്ങനെ എല്ലാവരും ആലോചിക്കും, അപ്പോൾ ഈ സഹായിച്ചവരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എന്ത് വെറുതെ ഞാൻ സഹായിച്ചത്, അങ്ങനെയൊക്കെ ഒരു ചിന്ത വന്നു കേട്ടോ. അവൾ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ അതേമാതിരിക്ക് തന്നെ അവൾ പിന്നെ ഇൻ്റർവ്യൂവിൽ പറയുന്നത് നിക്കാഹ് കഴിഞ്ഞിട്ടില്ല, ഞാൻ റീച്ചിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്, അങ്ങനെ എനിക്ക് പറയുന്നുണ്ടല്ലേ. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ നിക്കാഹ് കഴിഞ്ഞതും ഇതൊക്കെ സത്യം തന്നെയാണ്. വേറൊരു എന്താണെന്ന് വെച്ചാൽ അവളിത് എല്ലാവരും അറിയലും പിന്നെ ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അവൻ്റെ കൂടെ നിൽക്കണമെന്നൊക്കെ. അപ്പോൾ ആ ഷോട്ട് ഇട്ടപ്പോൾ എല്ലായിടത്തും എത്തി, എല്ലാവരും അറിഞ്ഞ്. അപ്പോൾ അവൻ്റെ ഫാമിലിയൊക്കെ അറിഞ്ഞ് പ്രശ്നങ്ങളായി. അതിന് എല്ലാം അവൾ പിന്നെ മോന് മാറി നിന്നതാണല്ലേ, ഇന്ന് ഒഴിവായതാണ്. അപ്പോൾ പിന്നെ അവൾക്ക് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് പിന്നെ അവൾ ഇൻ്റർവ്യൂവിൽ ഞാൻ വെറുതെ പറഞ്ഞാണ്, റീച്ചിന് പറഞ്ഞാണ് പിന്നെ നിക്കാഹ് കഴിഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെ പറച്ചിലായില്ലേ. അപ്പം അന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ അന്ന് റീച്ച് ആവാൻ കാരണം ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അവൾ മാറ്റിപ്പറിച്ചിലും കാര്യങ്ങളും അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ ഇൻ്റർവ്യൂ ഒന്ന് കണ്ടു നോക്കിയേ. കല്യാണം കഴിഞ്ഞു അല്ലേ? കല്യാണം ചെറുതായിട്ട് അതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതലൊന്നും പറയണില്ല. കാരണം ഹസ്ബൻഡിനെ കുറിച്ചിട്ട് പറയാനുള്ള ഒരു ഇതില്ല. ആൾക്ക് സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതൽ പറയണില്ല. കഴിഞ്ഞു. ആളിവിടെ ഉള്ളതല്ല, കണ്ണൂരുകാരനാണ്. ആൾ വന്നിട്ടുണ്ടായിരുന്നു, ദുബായിലാണ്. ദുബായിലൊരു ഷോപ്പാണ്. നാട്ടിൽ വന്നു, നിക്കാഹ് കഴിഞ്ഞു, ആൾ പോയി. നിക്കാഹ് ഇതിപ്പോ ഈ മാസം തന്നെ ഫസ്റ്റിലായിരുന്നു. ഈ മാസം ഫസ്റ്റില്, ഡിസംബർ ഫസ്റ്റ്. അത് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് നിക്കാഹ് കഴിച്ചത്. നമ്മുടെ പള്ളിയല്ല, വേറൊരു സ്ഥലത്ത് വെച്ച് നിക്കാഹ് കഴിച്ചത്. പാലക്കാട് തന്നെ? അല്ലല്ല, അവിടെ അവരുടെ ഭാഗത്ത് വെച്ചിട്ട്, കണ്ണൂർ വെച്ചിട്ട് നിക്കാഹ് കഴിഞ്ഞു. എന്നിട്ട് ഉടനെ തന്നെ ആള് പോയി. ആൾക്ക് ലീവ് കുറവാണ്, അതുകൊണ്ട് ആള് പോയി. ഇനി അങ്ങോട്ട് പോകുമോ? അത് തീരുമാനിച്ചിട്ടില്ല. ഞാൻ നാട്ടിലുണ്ടാവും. ഞാൻ വീട്ടില് മക്കള് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ യൂട്യൂബ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വീട്ടിൽ തന്നെ. ഉമ്മയും മക്കളും എല്ലാവരും സപ്പോർട്ടായിരുന്നോ കല്യാണം കഴിക്കാൻ നേരത്തെ? അവര് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടമാണല്ലോ, നമ്മളുടെ ലൈഫല്ലേ. ഇപ്പം പൊതുവേ എൻ്റെ ലൈഫ് ഞാനും എൻ്റെ മക്കളും മാത്രമേ ഉള്ളൂ. അതിലിപ്പോൾ ഉമ്മ ബാക്കിയുള്ളവരൊന്നും ലൈഫിലോട്ട് കടന്നു വരാനുള്ള ഒരു ഇതുമില്ല. കാരണം എൻ്റെ കാര്യങ്ങളൊക്കെ ഞാനാണ് നോക്കുന്നത്. ഇപ്പോൾ എൻ്റെ തീരുമാനം മറ്റുള്ളവരടുത്ത് പറയണമെന്ന് എനിക്കില്ല. എന്നാലും ഉമ്മയോട് ഒന്ന് സംസാരിച്ചിരുന്നോ? ഉമ്മ ഞാൻ ഇങ്ങനെ രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ പോവുകയാണ്. അവർക്ക് താല്പര്യക്കുറവൊന്നുമില്ല. ഇല്ല. മറ്റേ സഹോദരങ്ങൾക്കോ? അവരുടെ കാര്യമൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അവര് വേറെ കല്യാണം കഴിച്ച് വേറെ കുടുംബത്തിലുള്ള ആൾക്കാരല്ലേ. ഞാൻ അവരുടെയായിട്ടൊന്നും ഒന്നും ഷെയർ ചെയ്തിട്ടില്ല. ഒരു കാര്യങ്ങളും അങ്ങനെ ഇല്ല. എന്റെ കാര്യങ്ങളൊന്നും അവരായിട്ട് ഷെയർ ചെയ്യാറില്ല. മക്കളെല്ലാവരും ഉണ്ടായിരുന്നോ കല്യാണത്തിന്? ഇല്ല, ഇത് ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമായിട്ടുള്ളതാണ്. മക്കൾക്ക് അറിയാം, മക്കള് കൂടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഏറ്റവും ഇളയ ആള് പോലും ഇല്ല, കുട്ടികളാരും ഉണ്ടായിരുന്നില്ല. സുഹൃത്തുക്കളും ഷാജി മാത്രമായിട്ട് പോയി വിവാഹം കഴിഞ്ഞു തിരിച്ചു പോന്നു. എന്നിട്ട് ആള് ഇവിടെ നാട്ടിലുണ്ടായിരുന്നു? കുറച്ച് ദിവസം ഉണ്ടായിരുന്നു, പിന്നെ ആള് പോയി ദുബായിക്ക് തിരിച്ചു പോയി, ജോലിക്കായിട്ട് പോയി. ഇപ്പോൾ കുറേ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ? സോഷ്യൽ മീഡിയയിൽ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇക്കടെ പെങ്ങളെ ഒരു ഇതും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനറിയില്ല, ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടിട്ടാണ് ഞാൻ അറിയണത്. അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, ഇൻ്റർവ്യൂ കേട്ടില്ലേ? അന്നൊന്നും എത്ര വ്യത്യാസം ഉണ്ടല്ലേ അവൾ പറയുന്നത്. അന്ന് തന്നെ അവൾ ഉമ്മൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് പിന്നെ കണ്ടില്ലേ. ഉമ്മയും പിന്നെ അനിയത്തിമാരായിട്ടൊന്നും എൻ്റെ കാര്യത്തിലൊരു ഇതുമില്ല, അതേമാതിരിക്ക് അവളെ കാര്യത്തിലും ഇല്ല എന്നൊക്കെ പറയുന്നത് കണ്ടില്ലല്ലേ.
അപ്പോൾ അന്ന് തന്നെ അവൾ ഉമ്മനെയും പിന്നെ അനിയത്തിമാരെയൊക്കെ പിന്നെ ഇല്ലാത്ത തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് അവൾ റീച്ച് ആവാൻ കാരണം അവളുടെ കല്യാണം പിന്നെ കഴിഞ്ഞൊന്നും കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയല് തന്നെയാണല്ലേ. അപ്പോൾ ആ ഇൻ്റർവ്യൂ കേട്ടപ്പോൾ നിങ്ങൾക്ക് ഒറിജിനലായിട്ട് സത്യമായിട്ടും ഇങ്ങനെ കഴിഞ്ഞു തന്നെയല്ലേ തോന്നിപ്പോവുക. പിന്നെ അവൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് കേട്ടോ അവൾ മാറ്റി പറിച്ചിലും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. പിന്നെ അവൾ പിന്നെ ആദ്യത്തെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഓരോ പ്രശ്നങ്ങൾ പരാതിയും അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഗർഭിണിയായി അങ്ങനത്തെ ഒക്കെ കേട്ടോ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിമേലൊക്കെയാണ് അവൾ നല്ല റീച്ച് ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരുവിധ ആൾക്കാരൊക്കെ പാവം തോന്നും, 5 മക്കളൊക്കെ ആരെക്കാരായിക്കുമ്പോൾ പാവം തോന്നിയിട്ടാണ് നല്ല സഹായം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ കുറേ റീച്ചും കാര്യങ്ങളും അന്ന് അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അന്ന് പിന്നെ അവൾ ഇക്കണ്ടായിരുന്ന സമയത്ത് തന്നെ അവനെ വിളിക്കല്ല കമൻ്റ് ഇടലും ലൈക്ക് അടിക്കലും പിന്നെ ചോദിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നട്ട പറഞ്ഞത്. അപ്പോൾ അവൾ വിചാരിച്ചിട്ടുണ്ടാവും എൻ്റെ എന്തായാലും നിക്കായിക്കാളുണ്ടല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ച്. പക്ഷേ നിക്കാഹിൻ്റെ കാര്യത്തിലെത്തി എല്ലാം സെറ്റായി വന്നപ്പോൾ ഇങ്ങനെ അവൻ്റെ കുടുംബക്കാരെ അറിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അവിടുന്ന് അവനുണ്ടല്ലോ വെല്ലൊന്നും ഒഴിവായതാണ്. അപ്പോൾ അവൾക്ക് അതുമില്ല ഇതുമില്ല അതായി പോയതില്ലേ. എന്തായാലും പാപം തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ള ഇൻ്റർവ്യൂവിനും കണ്ടേക്കിയിട്ട് അമ്മ കുറച്ച് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പം നിങ്ങളുടെ ഇൻ്റർവ്യൂവിലായാലും വേറെ കുറേ 2 ഇൻ്റർവ്യൂ കൊടുത്താലും ഞാൻ ഈ പറയുന്ന ഇക്കാൻ്റെ പെങ്ങന്മാരെ കുറിച്ച് ഒരിക്കലും പറയുന്നില്ല. അവിടെ ഞാൻ എൻ്റെ ഇക്കാൻ്റെ ഏട്ടന്മാരെ കുറിച്ച് മാത്രമാണ് പറയുന്നുള്ളൂ. അവരുടെ ഷോപ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഈ പെങ്ങന്മാരെ കുറിച്ച് ഒരു വാക്ക് പോലും ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് അവരെ അങ്ങനത്തെ ഒരു സംഭവം ഇറക്കിയതെന്ന് എനിക്കറിയില്ല. അല്ല ഈ പെങ്ങന്മാർക്ക് ഷാജിദോട് നേരത്തെ അല്ല ഈ ഷാജിദ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെങ്ങന്മാര് വീട്ടിലേക്ക് കയറ്റിയിട്ടില്ല, അവരാ വീട്ടിലേക്ക് അടുപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല, അവര് പൊതുവെ ഈ രണ്ടാമത്തെ പെങ്ങള് ഇക്കാന്റെ രണ്ടാമത്തെ പെങ്ങൾക്ക് പൊതുവെ എന്നോട് നിശ്ചയം കഴിഞ്ഞ മുതൽക്കൊരു ദേഷ്യമാണ്. കാരണം അവള് നോക്കി വെച്ച ഒരു പെണ്ണിനെ ഇക്ക കെട്ടില്ല എന്നുള്ളൊരു ദേഷ്യം അവൾക്ക് എന്നോട് എപ്പോഴും ഉണ്ട്. അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നെ കല്യാണം കഴിക്കണമെങ്കിൽ, അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അവൾ എൻഗേജ്മെന്റിനൊന്നും അവൾ വന്നിട്ടില്ല, എന്നെ കാണാൻ വന്നിട്ടില്ല, എൻഗേജ്മെന്റിന് വന്നിട്ടില്ല. കല്യാണത്തിന്റെ ടൈമിലൊക്കെ അവള് ഇവരിനായിട്ട് തെറ്റി നിൽക്കുന്ന ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര ദേഷ്യമാണ് എന്നോട്. ആ ദേഷ്യം അവൾക്ക് കല്യാണം കഴിഞ്ഞ് ഈ ടൈം വരയ്ക്കും ഉണ്ട്, അവളുടെ മനസ്സിലുണ്ടത്. അവൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും അവൾ അങ്ങനെയൊക്കെ പറഞ്ഞ് പരത്തിയിട്ടുണ്ടാവുക. പക്ഷെ ഈ ഒരു കാര്യം ഷാജിദ നേരത്തെ ഒരു വീഡിയോയിലോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ആരോടും അവരെ കുറിച്ച് ഒരാളുടെ അടുത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയണ്ടെന്ന് തോന്നി. എനിക്കിപ്പോൾ അവരെ കുറിച്ച് പറഞ്ഞിട്ടിപ്പോൾ ഒന്നും കിട്ടാനില്ല. ഞാനിപ്പോൾ അവരിങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ അവരുടെ അടുത്ത് നല്ലപോലെ നല്ലപോലെ നിന്നിട്ടുള്ളൂ. എനിക്കപ്പോൾ അവരുടെ അടുത്ത് അങ്ങനെ പറയണമെന്ന്, അവരെ കുറിച്ച് അങ്ങനെ പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. പക്ഷെ അവരിപ്പോൾ പരത്തിയ വലിയൊരു എന്താ പറയുക മഹാമോശമായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഒരിക്കലും ഒരു പെണ്ണിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് അവരിപ്പോൾ പറഞ്ഞുണ്ടാക്കിയത്. അപ്പോൾ അതിൽ ലീഗലി ഞാൻ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടാണ് തെളിവും കാര്യങ്ങളൊക്കെ അവർ തെളിവ് സഹിതം കൊണ്ടുവരികയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് അവർ ഇപ്പം ഈ പറഞ്ഞ സ്ഥിതിക്ക് അവർ തെളിവും കൊണ്ടുവരണമല്ലോ. തെളിവ് അവർ കൊണ്ടുവരണമല്ലോ. തെളിവ് അവർ കൊണ്ടുവരട്ടെ. തെളിവ് കൊണ്ടുവരാൻ വേണ്ടിയാണ് നോക്കിയിരിക്കുന്നത്. തെളിവ് കൊണ്ടുവരട്ടെ. ഇപ്പം ഞാൻ എവിടെ കാണിച്ച് എങ്ങനെയാണ് എത്ര മാസം അബോട്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ ബാക്കിയുള്ളവരത്തൊക്കെ അന്വേഷിച്ച് അറിയാമല്ലോ. ഞാൻ എന്തായാലും എൻ്റെ വീട്ടിലായിരുന്നല്ലോ ഈ 4 മാസം. അപ്പോൾ ഈ 4 മാസം എന്തായിരുന്നു എനിക്ക് പ്രശ്നം, എങ്ങനെ ആയിരുന്നു എന്നൊക്കെ തെളിയിക്കാമല്ലോ. എനിക്കിപ്പോൾ എനിക്ക് ആ ടൈമിൽ സൈക്കോളജിസ്റ്റിനെ കാണിച്ച മരുന്നും കാര്യങ്ങളും ഞാൻ കഴിച്ചിരുന്ന മരുന്ന് എല്ലാം എൻ്റെ അടുത്തുണ്ട്. തെളിവ് ഞാൻ കഴിച്ചിരുന്ന തെളിവ് എൻ്റെ അടുത്തുണ്ട്, ഡോക്ടറും ഉണ്ട്, എല്ലാം ഉണ്ട്. അവർ പറഞ്ഞ അതിനുള്ള തെളിവ് അവർ കൊണ്ടുവരട്ടെ. കയ്യിലെന്തോ മുറിവോ കാര്യങ്ങളോ? ഇത് ഞാൻ ഇക്ക മരിച്ചിട്ട് വീട്ടിൽ പോയതിന് ശേഷം കുറച്ചൊരു 4-5 മാസം കഴിഞ്ഞിട്ട് മൈലാഞ്ചിട്ടോണ്ട് കാണില്ല കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം പറഞ്ഞാൽ ഒരുപാട് പ്രഷർ എനിക്ക് മാനസികമായിട്ട് ഞാൻ ഒരുപാട് തളർന്നിട്ടുണ്ടായിരുന്നു. കാരണം കടം കാര്യങ്ങൾ ബാക്കിയുള്ളത് വീട്ടിൽ വലിയ സപ്പോർട്ടും കാര്യങ്ങളൊന്നുമില്ല. അന്നൊന്നും യൂട്യൂബ് അത്ര ഇതുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ എനിക്ക് പെട്ടെന്ന് ഈ മാനസികമായിട്ട് ഓരോ പ്രശ്നങ്ങൾ തോന്നി. അങ്ങനെ ഞാൻ കട്ട് ചെയ്തതാണ് എൻ്റെ കൈ. പക്ഷെ അവർ പറഞ്ഞുണ്ടാക്കിയത് എനിക്ക് അബോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മാടെ കൈ ഞാൻ കടിച്ചു മുറിച്ചു എന്നൊക്കെയാണ് അവർ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നത്. ഉമ്മാന്റെ കൈ ഉമ്മ എന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാത്തതുകൊണ്ട് ഉമ്മാന്റെ കൈ ഞാൻ കടിച്ചു മുറിച്ചു എന്നൊക്കെയാണ് അവരുടെ വോയിസിലൊക്കെ കേൾക്കണത്. അല്ല ഈ കൈ ഇങ്ങനെ മുറിഞ്ഞിരിക്കുമ്പോഴത്തേനും അത് അവര് പറഞ്ഞായിട്ട് സമയം പറ്റില്ലേ? ഈ കൈ മുറിച്ചത് അതുകൊണ്ടല്ല. ഈ കൈ മുറിച്ചത് എനിക്ക് മാനസികമായിട്ടുള്ള പ്രഷർ യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പിന്നെ വർക്കിനൊക്കെ പോയ ടൈമിലൊക്കെ ഓരോ കാര്യങ്ങളും അങ്ങനെ ഓരോരുത്തർ പറയും. പിന്നെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് കാര്യങ്ങൾ നമുക്കില്ല, പൈസയുടെ പ്രശ്നം, അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വന്ന ആ ടൈമിൽ എനിക്ക് തോന്നിയ ആ ഒരു സംഭവമാണിത്.
അത് പറഞ്ഞാൽ മാനസികമായിട്ട് നമുക്ക് പിരിമുറുക്കം കൂടുമ്പോൾ അതിപ്പോൾ നിങ്ങൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് സംസാരിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അത് സൈക്കോളജിസ്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് അങ്ങനെ വന്നതാണ്. അങ്ങനെ എനിക്ക് പ്രഷർ കൂടിയിട്ട് ഞാൻ ചെയ്തതാണ്. അല്ലാണ്ട് പ്രഗ്നൻ്റ് ആയിട്ടും ഇത് മുറിച്ചതല്ല. അങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ അബോട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം തെളിവ് സഹിതം അവർ കൊണ്ടുവരണം. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു എന്താ ഇപ്പോൾ ഇപ്പോഴൊക്കെ ഈ വീഡിയോ എടുത്ത് കാണിക്കുന്നതൊക്കെ കണ്ടല്ല അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ കണ്ടപ്പോൾ തോന്നി ഇതൊന്നും ഇടണം എന്നുള്ളത്. അന്നത്തെ അവളെ റീച്ച് ഉണ്ടാക്കാനുള്ള കാരണങ്ങളും കാര്യങ്ങളും അന്ന് പറഞ്ഞ കള്ളത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഒരു കണക്കിന് എനിക്ക് കുറ്റം പറയുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടമൊന്നും ഇല്ലാത്ത തന്നെയാണ്. പക്ഷേ ഞാൻ കുറ്റം പറയല്ലേ കേട്ടോ. അവൾ അന്നത്തെ സ്വഭാവം ഇന്നത്തെ സ്വഭാവമൊക്കെ കാണിക്കാൻ വേണ്ടിയൊന്ന് പറഞ്ഞു തന്നെയുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നല്ല 5 മക്കളെയും അവൾ ഏറ്റെടുക്കാല്ല തട്ടിപ്പും കാര്യങ്ങളൊന്നും അല്ലാത്ത നല്ലൊരാളെ വന്ന് കല്യാണം കഴിക്കുകയാണെങ്കിൽ കുറേ പ്രശ്നമൊക്കെ പരിഹാരമാവുമെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവളെ പിന്നെ മാറ്റിപ്പറിച്ചിലും ഇവളെ സ്വഭാവം ഇവളൊക്കെ പിന്നെ ഒരു എടുത്തുചാട്ടമൊക്കെ കാണുമ്പോൾ ആരും വല്ലാതെ നിൽക്കൂല കേട്ടോ. അതൊരു വ്യത്യാസം തന്നെയാണ്. പക്ഷെ അതൊക്കെ മാറ്റിയിട്ട് നല്ലൊരു ജീവിതം 5 മക്കൾക്കൊക്കെ കിട്ടട്ടെ എന്ന് തന്നെയാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു കണക്കിന് സാധാപം പാവം തന്നെ തോന്നിപ്പോവും. പ്രായം തീരില്ലല്ലോ അങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ കേട്ടോ. ഒന്നാമത്തെ അവളെ മനസ്സിങ്ങനെ ഇങ്ങനത്തെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വേറൊരു വിഷമവും സങ്കടവും അങ്ങനത്തെ ഒക്കെ തോന്നിപ്പോവും കേട്ടോ. അപ്പോൾ നല്ല തട്ടിപ്പും ഇതൊന്നും ഇല്ലാത്ത നല്ലൊരാളെ കിട്ടട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തായാലും ഒരു കണക്കിന് പാവം തന്നെയാണ്. പക്ഷെ അന്നത്തെ റീച്ചും കിട്ടാനുള്ള കാരണം നിക്കാ കഴിച്ചതും അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ. അവളെ പിന്നെ അവൻ്റെ പെങ്ങൾ പറഞ്ഞ ഇതൊക്കെയാണ്. അവൾക്ക് ഭയങ്കര റീച്ച് വന്ന് നല്ല റീച്ചും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഇതെങ്ങനെ ഒഴിവായി വന്നപ്പോഴാണ് അവളെ ഉമ്മൻ്റെ പ്രശ്നവും അതേമാതിരിക്ക് കുടുംബക്കാരുടെ പ്രശ്നം അയൽവാസിയിലെ പ്രശ്നം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നിലല്ലേ. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് കാരണങ്ങൾ ഇപ്പോൾ റീച്ച് ആവാൻ കാരണം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു കുടുംബവും നല്ല സെറ്റായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.